കുടുംബാംഗങ്ങൾക്കും വേണ്ടി രാപകലില്ലാതെ പ്രവർത്തിക്കുന്ന എൻ്റെ പെങ്ങള് സിസ്റ്റർ, ഈ 2 സിസ്റ്റേഴ്സും അവർക്ക് ഈ ഗതി വന്നതിൽ വളരെ വേദനയുണ്ട്. നിരായുധരായ സിസ്റ്റേഴ്സ് ഇവരെന്ത് അപകടമാണ് വരുത്തി വയ്ക്കുന്നത്, ഇവരെന്ത് ദ്രോഹമാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. ഒരു മനുഷ്യക്കടത്തെന്നൊക്കെ ആരോപിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ് എന്ന് ഓർക്കണം. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബജറംഗിൻ്റെ ആൾക്കാർ, ഒരു ജ്യോതി മേരി പുള്ളിക്കാരിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ പറയുന്നത് പോലെ അവിടുത്തെ പോലീസ് ചെയ്യുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. BJPയെ തള്ളിപ്പറഞ്ഞ് കേരളത്തിലെ സഭാ നേതൃത്വം. ഭയത്തിലാണ് ജീവിക്കുന്നത് എന്ന് KCBC. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ചെറിയാൻ മാത്യു, സിസ്റ്റർ വന്ദനയുടെ സഹോദരനാണ്. റവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേക്കര, സിറോ മലബാർ സഭയുടെ പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ BJPയിൽ നിന്ന്, ശ്രീ നിതീഷ് നാരായണൻ CPMൽ നിന്ന്. ശ്രീ ചെറിയാൻ മാത്യു, ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സന്യാസിനി സമൂഹത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ജയിലിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന, നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും അവസാനത്തെ വാർത്ത. പൗരോഹിത്യത്തിലേക്ക് കന്യാസ്ത്രീയാകാനുള്ള തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മുടെ ഇതുപോലെ പുരോഗമനപരമായ ഒരു രാജ്യത്ത് ജയിൽവാസം എന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത് പോലുമല്ല. ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പല കാലങ്ങളിൽ വരുന്ന സമയത്തൊന്നും അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കും എന്ന് നിങ്ങൾ കരുതുന്നുമുണ്ടായിരിക്കില്ല. അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സിസ്റ്റർ വന്ദനയെ അറസ്റ്റിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ഇവിടെ വിളിച്ച് വർത്തമാനം സംസാരിച്ചതായിരുന്നു. പിന്നെ ഏതായാലും ആകെ ഒരു മോശപ്പെട്ട പണി ഇതായിപ്പോയി. ഇത് ഒരു തെറ്റും ചെയ്യാത്തവരെ പിടിച്ച് ജയിലിലാക്കി. അതാ അവസ്ഥ. എന്ത് ചെയ്യാനാ? നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും. എത്രയും വെക്കുന്ന എങ്ങനെയും ഒഴിവായി വരണമെന്ന്. ജാമ്യം കിട്ടുക എന്നുള്ളതല്ല, ഒഴിവാക്കി കേസെ ഒഴിവാക്കി വരണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പം ഇന്നത്തെ വാർത്തയൊക്കെ കേട്ടിട്ട് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയും ഇനി ജാമ്യമെങ്കിലും കിട്ടി വന്നാൽ മതി എന്നാണ് ആഗ്രഹം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇന്ന് കേരളത്തിലെ MPമാരൊക്കെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം ആഭ്യന്തരമന്ത്രി അടക്കം ഇടപെടണമെന്ന ആവശ്യം സംസ്ഥാനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കന്മാരും ആത്മാർത്ഥമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയോട് പറയുകയും അമിത്ഷായോട് വരെ എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. പക്ഷെങ്കിൽ അവർക്ക് മനസ്സിൽ വെക്കാതെ അവർ ഇടപെടിയിൽ നടത്തിയെങ്കിലേ കാര്യമുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഉള്ള MPമാരും MLAമാരും മുഖ്യമന്ത്രി എല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടും പ്രയോജനം വരുമോ? നാളെ ഇത് കൊടുത്താൽ നോക്കിയാലറിയാം. നാളെ ചിലപ്പോൾ കൊടുത്തേക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു ഇച്ചിരി മുമ്പ് ഞാൻ വാർത്ത കേട്ടപ്പോൾ കണ്ടത് അവിടുത്തെ മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും പിടിയിലൊന്നും ഉണ്ടാകുന്ന ലക്ഷണമില്ല. പിന്നെ കേസ് ജാമ്യം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ കൊടുത്ത് നോക്കിയാൽ അറിയാം. അത് തമ്പുരാൻ്റെ കയ്യിൽ ഇരിക്കുന്നു കാര്യങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ഫാദർ ആന്റണി വടക്കേക്കര, ഇപ്പോൾ ജബൽപൂരിൽ, മണിപ്പൂരിൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും. അതിന് ആവർത്തനമുണ്ടാവുകയാണ്. 2 കന്യാസ്ത്രീകൾ വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ട് ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ പിടിച്ചുവെക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഭയപ്പാടിൻ്റെതാണ് ആ സാഹചര്യം. വലിയ തോതിലുള്ള ജനകീയ വിചാരണ നേരിടേണ്ടി വരുന്നു. അതിനുശേഷം അറസ്റ്റിലാകുന്നു.
വിവിധ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെടുന്നു. അതിനുശേഷം ജാമ്യമില്ലാതെ കഴിയുകയുമാണ്. നമുക്കറിയാവുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എത്രത്തോളം വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, കേരളത്തിൽ തന്നെ എത്രത്തോളം വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിലുണ്ടായ മാറ്റങ്ങൾ എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയുണ്ടായ ചർച്ചകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ വിവിധ സഭകളുടെ ഭാഗത്ത് നിന്ന് തുറന്നുള്ള എതിർപ്പുണ്ടാവുകയാണ്. അങ്ങനെ രാജ്യത്ത് ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടി വരുന്നുണ്ട് എന്ന് സഭാ നേതൃത്വങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അത് വൈകി തിരിച്ചറിഞ്ഞതാണോ അതോ ഇപ്പോഴുള്ള പുതിയ തിരിച്ചറിവാണോ? ഫാദർ ആന്റണി വടക്കേക്കര, സാങ്കേതിക പ്രശ്നമുണ്ട്, പെട്ടെന്ന് പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ക്രിസ്ത്യൻ സമൂഹവുമായി വലിയ രാഷ്ട്രീയ സൗഹാർദ്ദത്തിന് ഒക്കെ പുതിയ പുതിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിലെ സഭാപ്രതിനിധികൾ നേതൃത്വം തന്നെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ BJP എങ്ങനെയാണ് കാണുന്നത്? അതിനൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ തരത്തിൽ ജനകീയ വിചാരണ ഇപ്പോൾ സഭ തന്നെ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ്. ആ തരത്തിൽ നീതിയുക്തമല്ല എന്ന് ഒരു വലിയ സമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അത് അഭിലഷണീയമാണോ? ഞാൻ മാതൃഭൂമിയുടെ ഇംഗ്ലീഷിലുള്ള ഓൺലൈനിൽ ഒരു സംഗതി വായിക്കാം. ദ സിറ്റുവേഷൻ എസ്കലേറ്റഡ് when one of the girls reportedly told police that she was taken without her consent. ജൂലൈ 27 മാതൃഭൂമി.com ഓൺലൈൻ വാർത്തയാണ്. ഈ അന്തരീക്ഷം ഗുരുതരമായത് ഒരു പെൺകുട്ടി പോലീസിനോട് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതോടു കൂടിയാണ്. അഡീഷണലി ദ ഗേൾസ് were not carrying ആധാർ കാർഡ്സ് which further raised suspicion. നോക്കൂ, ഇത് ഛത്തീസ്ഗഡാണ്. ഈ പെൺകുട്ടികൾ വരുന്നത് നാരായൺപൂരിൽ നിന്നാണ്. നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ ആണ്. അവിടെ യുദ്ധം നടക്കുകയാണ് നക്സലേറ്റുകളും സായുധ സേനയുമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടികൾ നിൽക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പോയി അവരോട് ടിക്കറ്റ് ഉണ്ടോ ചോദിക്കുന്നു. ടിക്കറ്റ് ഇല്ല. അവരോട് ആധാർ കാർഡ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ല. അപ്പോൾ ഇത് ഒരു വിഷയമാവുന്നു. എന്താ നിങ്ങൾ പിന്നെ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ആഗ്രയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ പെൺകുട്ടികൾ ഒരാൾ ഞങ്ങൾ ആഗ്രയിൽ പോകാനല്ല വന്നത്, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തന്നെ നിൽക്കാനാണ് വന്നത് എന്ന് പറയുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പോലീസ് വരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. അതായത് എന്നെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. ഇതോടുകൂടി സിറ്റുവേഷൻ വഷളാവുന്നു. പിന്നെ അത് പോലീസാവുന്നു, കേസാവുന്നു, കോടതിയിലെത്തുന്നു. ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാ തെറ്റ് എന്ന് നമ്മൾക്കറിയില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ഇന്ന് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഇതാണ്: ദിസ് ഈസ് എ സീരിയസ് മാറ്റർ റിലേറ്റഡ് ടു വുമൻസ് സേഫ്റ്റി. ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദിസ് കേസ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. ദി മാറ്റർ ഈസ് അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ദി ലോ വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. Chhattisgarh is a peaceful state where people of all religions and communities live in harmony. It is extremely unfortunate to give a political color to the issue related to the safety of our Bastar daughters. ഒരു സംസ്ഥാനത്ത് ഒരു ചെറിയ ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ കുഴപ്പമുണ്ടാവുന്നു ഒരു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച്. സത്യത്തിൽ ഇത് ഇത്ര രൂക്ഷമാവാൻ കാരണം ഛത്തീസ്ഗഡ് ആയതുകൊണ്ടാണ്. കാരണം അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദേഹപരിശോധന ഉണ്ടാവും, ആധാർ കാർഡ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. കാരണം മാവോയിസവുമായി ബന്ധപ്പെട്ട യുദ്ധം അവിടെ നടക്കുകയാണ്. ഈ കുട്ടികൾ വരുന്നത് നാരായൺപൂരിൽ നിന്നാണ്. അത് തന്നെ പ്രശ്നബാധിത പ്രദേശം. നാരായൺപൂർ എന്ന് പറയുന്നത് വലിയ നക്സൽ ഇൻഫെക്റ്റഡ് ഏരിയ. ശരി, അതങ്ങ് പറയുകയും ചെയ്തല്ലോ. പക്ഷെ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പരാമർശം ഈ കുട്ടികൾ അവിടുത്തെ SP ആയ ശ്വേതാ സിൻഹയോട് പറഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ SP അടക്കമുള്ള പോലീസുകാരെത്തി. അതിനു മുൻപ് ബജ്രംഗദൾ പ്രവർത്തകർ അടക്കം ചേർന്നുകൊണ്ടുള്ള കൂട്ടവിചാരണ സംഭവിച്ചു. ഈ കന്യാസ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ തടഞ്ഞു വെക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അതായത് സിറ്റുവേഷൻ ഉണ്ടായതിനു ശേഷം
പോലീസ് അടക്കം എത്തിയതിനു ശേഷമാണ് അങ്ങേ പറയുന്ന എസ്കലേഷൻ ഉണ്ടായത്. അതിനു മുൻപ് ഈ ജനകീയ വിചാരണ എന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾക്കൂട്ട വിചാരണ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി അങ്ങ് പറഞ്ഞ അതേ ഈ പത്രവാർത്തയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്ന, അതായത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളടക്കം വിശദീകരിക്കുന്നുമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 1-2 കന്യാസ്ത്രീകളും 2-3 പെൺകുട്ടികളും ചേർന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ ഉണ്ടാകുന്നില്ല. ഈ വെറുപ്പും വിദ്വേഷവും സംശയവും വസ്ത്രമടക്കം കണ്ടുകൊണ്ടുള്ള വിശകലനവും സംശയദൃഷ്ടിയും ഉണ്ടാകുന്നിടത്താണ് അങ്ങ് പറഞ്ഞ ഈ സിറ്റുവേഷനും പിന്നീട് അതിന്റെ എസ്കലേഷനും ഉണ്ടാകുന്നത്. പിന്നെ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് മർദ്ദനം ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നീതിയും നിയമവും ഒക്കെ ഏത് വഴിക്ക് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ കാലത്ത് എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. അയ്യോ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് തർക്കിച്ചിട്ട് കാര്യമല്ല. എനിക്കൊന്നേ അറിയാനുള്ളൂ, ഏത് സാഹചര്യത്തിലാണ് മാതൃഭൂമി പത്രം പറയുന്നത് പോലെ ഈ പെൺകുട്ടി എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ചാൽ മതി. ഞങ്ങൾ അവിടെ സ്ഥലത്തില്ലായിരുന്നു, നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത. അതായത് പെൺകുട്ടി പറഞ്ഞു പോലീസിന് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ ദുർഗിലെ BJP നേതാക്കന്മാരായി ബന്ധപ്പെട്ടു, അവർ പറയുന്നത് നമ്മൾ ഈ സംഭവം അറിയില്ല, ഞങ്ങൾക്ക് ഈ സംഭവം അറിയില്ല. പിന്നീട് ഇത് വിവാദമായ ശേഷമാണ് അറിയുന്നത്. ഒരു പെൺകുട്ടി പോലീസ് വരുന്നു, പ്രശ്നമാവുന്നു. പ്രശ്നത്തിന് എന്താ കാരണം? ഛത്തീസ്ഗഡാണ്. രേഖകളില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഛത്തീസ്ഗഡിൽ പ്രശ്നമാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ ഒരു ഹോട്ടലിൽ ഞാൻ പറഞ്ഞുതരാം, ഈ രാജ്യത്തെ നിയമത്തെ വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അയ്യോ എന്ന് അത്ഭുതപ്പെടുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി എനിക്ക് മനസ്സിലാകും. നീതി നിർവഹണ സംവിധാനത്തെ വിശ്വാസമില്ല, അതിനെ സംശയത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നീതി നിർവഹണം എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു തലമാണ്. അങ്ങ് നിയമത്തെയും നീതി നിർവഹണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ? രണ്ടും രണ്ടാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അങ്ങേക്കറിയാം, പക്ഷേ അത് കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ പേടിച്ചു പോകുന്നു, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, എനിക്കുണ്ടായ അനുഭവം പറയട്ടെ. എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഛത്തീസ്ഗഡിൽ രാത്രി ഹോട്ടലിൽ താമസിക്കുന്നു. 8:45 എൻ്റെ വാതിലിന് മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ ഒരു സഫാരി സൂട്ടിട്ട ഒരു ഉദ്യോഗസ്ഥൻ, അയാളുടെ 2 വശവും മെഷീൻ ഗണ്ണുമായി 2 പോലീസുകാർ അല്ലെങ്കിൽ സുരക്ഷാ സേന. നിങ്ങൾ ശ്രീ പത്മനാഭൻ ഹേ ചോദിച്ചു. യെസ് മേ ഹൂ എന്ന് പറഞ്ഞു. ആപ്കാ ഐഡന്റിറ്റി കാർഡ് ദോ. ഞാൻ ഐഡന്റിറ്റി കാർഡ് എടുത്തു. എന്തിനാ വന്നത് ചോദിച്ചു. ഞാനിവിടെ ഒരു മീറ്റിങ്ങിനാണ് വന്നത്. അതിൻ്റെ ഇൻവിറ്റേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നോട് സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞവർ പോയി. കേരളത്തിൽ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചാൽ രാത്രി 8:30 8:45 വന്ന് വാതിൽ മുട്ടിയിട്ട് തോക്കുമായി ആൾ വരുമോ? This is a Naxalite infested area. പോലീസ് അന്വേഷിച്ചോ? അല്ല, റെയിൽവേ പോലീസ് അന്വേഷിച്ചോ എന്ന കാര്യം അവിടെ ഇല്ല. പോലീസും റെയിൽവേ പോലീസും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായ ഒരു വലിയ ആൾക്കൂട്ട വിചാരണ അവിടെ നടക്കുന്നുണ്ട്. അല്ലല്ല, മാതൃഭൂമി പറഞ്ഞതിനൊപ്പം അല്ലല്ല, പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല. പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമോ എന്നുള്ളതല്ല. പോലീസ് അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിക്കും. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അങ്ങ് മാതൃഭൂമി എന്ന വലിയ നീട്ടവും കുറുക്കവും വെച്ച് പറയുമ്പോ ഇവിടെ അങ്ങനെ മാതൃഭൂമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല. മാതൃഭൂമി പറഞ്ഞതിൽ തെറ്റുമില്ല. ആ പത്രത്തിൽ പറയുന്ന കാര്യം ആ കുട്ടി പറഞ്ഞു എന്നാണ്. ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചു എന്നുള്ളതാണ്. ഈ അങ്ങ് ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങളെ വാർത്തയെ തള്ളിപ്പറ, മുദ്രാവാക്യം വിളിക്കുക, തള്ളിപ്പറ, വാർത്തയെ തള്ളിപ്പറ, നിങ്ങളുടെ വാർത്തയെ തള്ളിപ്പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറ. ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താന്ന് പറ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ പിന്നെ പോലീസുകാരൻ എന്ത് ചെയ്യണം? മുദ്രാവാക്യം പോലീസുകാരൻ എന്ത് ചെയ്യും? ചോദിക്കൂ, നിങ്ങളൊരു പോലീസുകാരനോട് ചോദിക്കൂ.
നിങ്ങളെ വാർത്ത നിങ്ങൾ തള്ളിപ്പറയും ആദ്യം, എന്നിട്ട് എന്നോട് തർക്കിക്കും. നിങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളെയൊക്കെ ഈ വിവരം അറിയിച്ചത് നിങ്ങളാ. വി ആർ കോട്ടിങ് യു, നോട്ട് എനിബഡി എൽസ്. നിങ്ങളെയാ ഞങ്ങൾ കോട്ട് ചെയ്യുന്നത്. തള്ളിപ്പറ. ഒരു പെൺകുട്ടി എന്ത് സാഹചര്യത്തിൽ പോലീസിനോട് എൻ്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ആ വാർത്ത തെറ്റാന്ന് നിങ്ങൾ പറ, ഞാൻ പിൻവലിക്കാം. ആ, വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവിടെ തർക്കം നടക്കുന്നില്ലല്ലോ, ഇവിടെ ഏകപക്ഷീയമായ പ്രസംഗമല്ലേ നടക്കുന്നത്? പിന്നെന്താ? അതൊന്നും വേണ്ട. അല്ല, അങ്ങ് ഈ പരിഹാസവും പുച്ഛവും അഹയും ഒക്കെ കഴിയുമ്പോ ഒന്ന് അറിയിച്ചാൽ മതി. എന്തിനു ചൂടാവണം? എന്തിനു ചൂടാവണം? ചൂടാവണമെന്ന് അങ്ങേക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്ക് താല്പര്യമില്ല. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിരോധമില്ല. നിങ്ങളാ വാർത്ത കൊടുത്ത്. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇത് സത്യമാണത്. നിങ്ങളാണ് ആ വാർത്ത കൊടുത്തത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു. അവിടെ ഒരു BJP നേതാവ് സംഭവ സ്ഥലത്തില്ലായിരുന്നു. വെറുതെ ഇതെന്താ പറയുക, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത്. അത് അത്ര നല്ലതല്ല. ഞങ്ങളിത് കുറെ കണ്ടതാ. മഹാത്മാഗാന്ധിയെ കൊന്നതാണ് ഞങ്ങളാണ് 75 കൊല്ലം പറഞ്ഞു നടന്നു. അവസാനം ഗുജറാത്തിൽ ഞങ്ങൾ ജയിക്കാൻ തുടങ്ങി. ഞാൻ ഇടപെടുകയാണ്, മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് ഏറെക്കുറെ എനിക്ക് ധാരണയായതിനാൽ ഞാൻ പറയുന്നു. പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു കാര്യം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ VP ശ്രീപത്മനാഭൻ ഒരു ഇത്തിരി മര്യാദയാവാം കേട്ടോ. അങ്ങിത് നിർത്താതെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഞാനത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. മര്യാദ കമ്മിയാന്ന് കൂട്ടിക്കോളൂ. എനിക്ക് മര്യാദ കമ്മിയാണ്. അങ്ങനെ കൂട്ടിക്കോളൂ, ഒരു വിരോധമില്ല. കഴിഞ്ഞുവോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ VP ശ്രീപത്മനാഭൻ ആദ്യത്തെ വാക്ക് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറയാൻ പോകുന്ന വാർത്ത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഈ പെൺകുട്ടികളിൽ ഒരാൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം എന്നെ നിർബന്ധപൂർവ്വമാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലീസിന് മൊഴി നൽകിയത്രേ. പോലീസിന് മുന്നിൽ വെച്ച് അത് പറഞ്ഞു അത്രേ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതെന്ന് ഒരു ദേശീയ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. ഞാൻ മാതൃഭൂമിയെ വായിച്ചത്. അങ്ങേക്ക് മുഴുവൻ കേൾക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ട് എങ്കിൽ അത് എന്റെ പ്രശ്നമല്ല. ഞാൻ മാതൃഭൂമിയുടെ കാര്യവും ഇവിടെ പറഞ്ഞു. അങ്ങ് വല്ല സംഗീത പരിപാടിയും അവതരിപ്പിക്കാൻ വന്നതാണോ? മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പലതും പറയും. അതെന്റെ പലതുമൊന്നും പറയാൻ കഴിയില്ല. ഞാൻ തീരുമാനിക്കും. ഏകപക്ഷമായ ഒരു ചർച്ചയുടെ മുഴുവൻ തുടക്കവും മൂളുക അല്ലെങ്കിൽ അങ്ങ് പറയുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളാണ് അബദ്ധം കാണിച്ചത്. നിങ്ങൾ മാതൃഭൂമിയാണ് അബദ്ധം കാണിച്ചത്. ഈ വാർത്ത എപ്പോഴും പെൻഡിങ്ങാ. One of the girls, the situation escalated when one of the girls complained to the police that I was brought here without my consent. മാതൃഭൂമിയിൽ ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നുണ്ട്. ശ്രീ VP ശ്രീപത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിക്കുറവ് പ്രേക്ഷകർക്കില്ല. അങ്ങ് അത് ആവർത്തിച്ച് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കുഴപ്പം. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കുഴപ്പം. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ശ്രീ VP ശ്രീപത്മനാഭൻ ഞാൻ എന്റെ ക്ഷമയുടെ പരമാവധി അങ്ങയോടുള്ള ബഹുമാനം കാരണം കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങ് എന്നെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന എന്നെ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പ്രൊഡ്യൂസർ ഇടപെടണം കേട്ടോ. ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങ് മാതൃഭൂമിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല. ഇത് ശരിയല്ല. ഇത് തീരെ ശരിയല്ല. ഒരാളോടൊരു ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്. ഒരാളോട് ബഹുമാനം കാണിക്കുക. അങ്ങ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം പറയാൻ ഇത് ആദ്യത്തെ ദിവസമാണ് മാതൃഭൂമി ചർച്ച ചെയ്യുന്നത്. അങ്ങ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വായിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. ശ്രീ VP ശ്രീപത്മനാഭൻ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ എന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രീതിയല്ല. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ സൗകര്യത്തിന് പറയും.
ഒരു കാര്യം മനസ്സിലാക്കുന്നത് BJP ഓഫീസല്ല, ഇത് BJP ഓഫീസല്ല. ഞാൻ ചർച്ചയ്ക്കാണ് ആളെ വിളിച്ചത്, പ്രസംഗത്തിനല്ല എന്ന് ഞാൻ ബഹുമാന പുരസ്സരം അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി. ശരി, അങ്ങേക്ക് മനസ്സിലാവുന്നത് ശരി. ശ്രീ നിതീഷ് നാരായണൻ, ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഭകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് കേരളത്തിലെ സഭകൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിന് അവർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും ഭയപ്പാടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ആനുകാലിക രാഷ്ട്രീയം എന്താണ് എന്നറിയാവുന്നതാണ്. എത്രത്തോളം ക്രിസ്ത്യൻ വിഭാഗവുമായി ചേർന്ന് നിൽക്കാനുള്ള ശ്രമം ഇവിടെ BJP നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ MP-മാരെ നൽകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് മറ്റു പലതും, ഇപ്പം കേരള സ്റ്റോറി എന്ന സിനിമ വരുന്ന സമയത്ത് അത് വീണ്ടും ആളുകളെ കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതൊക്കെ എങ്ങനെയാണ്, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് എന്ന് ചില പ്രസ്താവനകളിൽ നിന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതിനു മുമ്പ് നമ്മൾ ഈ ചർച്ചയെ ഈ ഒരു സംഭവത്തിലേക്കും ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, അങ്ങനെയാണല്ലോ പല വാർത്തകളും വരിക. മാതൃഭൂമിക്ക് ഛത്തീസ്ഗഡിൽ ബ്യൂറോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പല വാർത്തകളും അങ്ങനെയും വന്നിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ വന്ന വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രം ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനതിൽ പറയുന്നൊരു കാര്യം, ഇപ്പോൾ നോക്കൂ, ഈ ഒരു കേസിന് പുറത്ത് ഒരു TT ഇങ്ങനെ ഒരു വിഷയമുണ്ടായി എന്ന് പറയുകയും ഉടനെ ആ നാട്ടിലെ മുഴുവൻ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരെ വിളിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരാൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ വിട്ടുകൊടുക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഇത്തരമൊരു സംഭവം കേരളത്തിലാണ് സംഭവിച്ചതെങ്കിൽ എന്താ ചെയ്യുക? 2 കന്യാസ്ത്രീകൾ. ആരായി 2 കന്യാസ്ത്രീകൾ? എത്രയോ വർഷങ്ങളായിട്ട് കുഷ്ഠരോഗികളുടെ ഇടയിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക മേഖലയിൽ ദരിദ്രരായുള്ള മനുഷ്യരുടെ ഇടയിൽ അവരെ സേവിച്ച് ജീവിക്കുന്ന അതിൻ്റെ റെക്കോർഡുള്ള 2 കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകളുടെ വസ്ത്രം കണ്ടാൽ തന്നെ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകില്ല. എന്തുകൊണ്ട് തയ്യാറാവില്ല? അത് ഒരു സ്ഥാപനത്തോടും എത്രയോ വർഷങ്ങളായിട്ട് മിഷണറി പ്രവർത്തനം കണ്ട ഒരു നാട് പുലർത്തുന്ന ഒരു ബഹുമാനമാണ്. എങ്ങനെയാണ് 2 കന്യാസ്ത്രീകളെ കാണുമ്പോൾ അക്രമോത്സുകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ജനക്കൂട്ടെത്തുന്നത്? അതിനെ എത്തിച്ചതാണ് എത്രയോ വർഷങ്ങളായിട്ട് ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് 2014 നിന്ന് 2024 എത്തുമ്പോഴേക്കും ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ 834 വർദ്ധിച്ചു. 114 നിന്ന് എന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ കണ്ടു. 2024 834 2013 നിന്നും 100-ലധികം, അതായത് ഒരു വർഷം കൊണ്ട് 100-ലധികം ആക്രമണങ്ങൾ കൂടുകയാണ്. ഇന്ത്യയിൽ ഈ ക്രിസ്മസ് കരോളുകൾ ആക്രമിക്കപ്പെടുന്നത്, പള്ളികൾ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു ജില്ലയുണ്ട്, നാരായൺപൂർ. 18 പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 18 പള്ളി. ഛത്തീസ്ഗഡിൽ പലയിടങ്ങളിലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു 5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം ഇന്ത്യയിലെടുത്തു, മിഷണറി പ്രവർത്തനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കാം. മനുഷ്യക്കടത്തിൻ്റെ ചരിത്രമാണ് അവിടെയുള്ളത്. എങ്ങനെയാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളെ കാണുമ്പോൾ അക്രമോത്സുകമായ മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ സംഘപരിവാരം ഇടപെട്ടിട്ടുള്ളത്? അതിന് വലിയ ചരിത്രമുണ്ട്. അതിന് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നായിട്ട് ക്രിസ്ത്യാനികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വിചാരധാരയുടെ ചരിത്രമുണ്ട്. അതിന് കാന്തമാനിൽ നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലയുടെ, പള്ളികൾ തകർത്ത് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്ന ചരിത്രമുണ്ട്. അതിന് ഗ്രഹാം സ്റ്റെയിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും ചുട്ടുകൊന്നിട്ടുള്ളതിൻ്റെ ചരിത്രമുണ്ട്. അതിന് ഫാദർ സ്റ്റാൻ സ്വാമിയെ വേട്ടയാടിയതിൻ്റെ ചരിത്രമുണ്ട്. അതിന് ഡൽഹിയിൽ ഉൾപ്പെടെ, രാജ്യതലസ്ഥാനത്തുൾപ്പെടെ പള്ളിയും ക്രിസ്മസ് കരോളും ആക്രമിച്ചതിൻ്റെ ചരിത്രമുണ്ട്. അതിന് ജബൽപൂരിൽ പള്ളി ആക്രമിച്ചതിൻ്റെ ചരിത്രമുണ്ട്. അതിന് ഉത്തരേന്ത്യയിൽ ഇങ്ങനെ നിരവധിയായിട്ടുള്ളിടങ്ങളിൽ ഈ ആക്രമണം നടത്തിയതിൻ്റെ ചരിത്രമുണ്ട്. ഇതിൻ്റെ തുടർച്ചയിൽ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? അദ്ദേഹം പറയാണ്, ഇപ്പം നക്സൽ വലിയ സ്വാധീന മേഖലയാണ് ഈ മേഖല. ഈ സ്ഥലത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഏത്? ഛത്തീസ്ഗഡ് 34% ആദിവാസികൾ ജീവിക്കുന്ന നാടാണ് ഛത്തീസ്ഗഡ്. ആ ആദിവാസികളുടെ സാക്ഷരതാ നിരക്ക് 50% താഴെയാണ്. 34% ആദിവാസികളുടെ ആ ഛത്തീസ്ഗഡിൽ ഭൂമി കൈവശം വെക്കുന്നത് 5% താഴെയാണ്. എന്ന് വെച്ചാൽ എല്ലാ മേഖലകളും നിങ്ങൾ എടുത്തു നോക്കുക. അത് ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഭൂമിയുടെ ഉടമസ്ഥതയാകട്ടെ, ജീവിത സൗകര്യമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, പോഷകാഹാരമാകട്ടെ, എല്ലാം ആകട്ടെ, ഇതെല്ലാം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വിഭാഗമാണ് ഈ ആദിവാസി വിഭാഗം എന്നുള്ളത്.
ആ ജനങ്ങൾക്കിടയിലെ ഭൂമിയുടെ വലിയ കൊള്ള നടക്കുകയാണ് ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആ നാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ആശയപരമായ പശ്ചാത്തലമുണ്ട്. അതാണ് കേരളത്തിലെ ഒരു ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കേരളത്തിൽ എന്തോ BJPയും സംഘപരിവാരവും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നൊക്കെ ധരിച്ച് അവരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം കിട്ടും എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഇത് ആശയപരമാണ് ഈ ആക്രമണം. ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു നിര നമുക്ക് കാണാം. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് ഇത് മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നേരെയുള്ള ആക്രമണമാണ്. ഇതിനെ ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി ഞാൻ ഇടപെടുകയാണ്. ഈ 2 പെൺകുട്ടികളും CSI ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന 2 പേരാണ്. ഈ FIR ഇട്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിരോധന നിയമം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അവരിപ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അതിലൊന്ന് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കൂടിയാണ്. ഈ പെൺകുട്ടികളുടെ സമ്മതപത്രം തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും അടക്കമുള്ള സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് ഈ സഭയടക്കം, ഈ സന്യാസിനി സഭയടക്കം, സമൂഹമടക്കം പറയുന്നത്. ഇതൊന്ന് പറയാനാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതായത് ഈ പെൺകുട്ടി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത്, അതിലൊരു പെൺകുട്ടി പറഞ്ഞത് എൻ്റെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ളിൽ തന്നെ അവിടെ ഒരു വലിയ ആൾക്കൂട്ട വിചാരണ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് എന്നുള്ള ആരോപണമാണ് മറുപക്ഷം ഉന്നയിക്കുന്നത്. ഈ 2 പക്ഷവും പരിശോധിക്കപ്പെടേണ്ടതാണ്. ആര് പരിശോധിക്കണമെന്ന ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതവിടുത്തെ പോലീസുകാർ പരിശോധിക്കേണ്ടതാണ്, അതിവിടുത്തെ നിയമ സംവിധാനം പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ഉണ്ടായത് ആൾക്കൂട്ട വിചാരണയാണ് എന്ന ഇടത്താണ്, അവിടെ വന്നിരിക്കുന്നത് ബജറംഗദൾ പ്രവർത്തകർ അടക്കമാണ് എന്ന ഇടത്താണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലും ഏതെത്ര സുരക്ഷിതത്വ പ്രശ്നമുള്ള ഇടത്താണെങ്കിലും പോലീസുകാർക്ക് പരിശോധിക്കാൻ നിർദ്ദേശമുണ്ടെങ്കിൽ പരിശോധിക്കണം. പ്രശ്നമുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടുക തന്നെ വേണം. ഇനി നിർബന്ധിത മതപരിവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടേണ്ടതോ കേസെടുക്കേണ്ടതോ ആണെങ്കിൽ വേണം. പക്ഷെ ബജറംഗദൾ പ്രവർത്തകരായിരിക്കരുത്, അവരുടെ വാക്ക് കേട്ടായിരിക്കരുത് നിയമം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇപ്പൊ ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേസെടുക്കണം. പക്ഷെ അവിടെ ബജറംഗദൾ പ്രവർത്തകർക്ക് എന്തു കാര്യം എന്നുള്ളയിടത്താണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. SP അടക്കം അവിടേക്ക് വരുന്ന സാഹചര്യം ആരാണ് ഉണ്ടാക്കുന്നത്? ജ്യോതി ശർമ്മ എന്ന ബജറംഗദൾ നേതാവ് വന്ന് പെൺകുട്ടികളടക്കം ഭീഷണിപ്പെടുത്തിയെന്ന് അവരെങ്ങനെയാണ് അവിടേക്ക് വരുന്നത്? ഒരു നിയമ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ TT നേരെ അറിയിക്കേണ്ടത് പോലീസുകാരെ എന്നാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ആവർത്തിച്ചുള്ള അട്ടഹാസങ്ങൾക്കിടയിൽ പറയാൻ കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. ഡോക്ടർ ആന്റണി വടക്കേക്കര, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ആന്റണി വടക്കേക്കര, BJP പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ പത്രവാർത്തകൾ, മാതൃഭൂമിയുടെ പത്രത്തിലടക്കം ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആ കുട്ടി പറഞ്ഞതാണ്. ഭീഷണിയാണ്, സമ്മർദ്ദമാണ്, സമ്മതപത്രം ഉണ്ട് എന്ന് അടക്കം സഭ പറയുന്നു. ഈ 2 കാര്യങ്ങളും ഡിബേറ്റബിൾ ആണ്. ഈ 2 കാര്യങ്ങളും നിയമം പരിശോധിക്കേണ്ടതുമാണ്. പക്ഷേ ആ കുട്ടി അങ്ങനെ പറയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആളുകളെ സമ്മർദ്ദപ്പെടുത്തി, ആളുകളെ ഭീഷണിപ്പെടുത്തി, ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു രീതി നിർബന്ധിത മതപരിവർത്തനം അടക്കം വെച്ചു പുലർത്തുന്നുണ്ടോ ഉത്തരേന്ത്യയിൽ? മാധു, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2 കന്യാസ്ത്രീകളെ അല്ല, മറിച്ച് ഇന്ത്യയുടെ മതേതര ഭരണഘടനയാണ് വർഗീയവാദികളായ കുറേ പേര് ചേർന്ന് ഛത്തീസ്ഗഡിൽ വിചാരണ ചെയ്തതും റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നതും എന്ന് പറയാതെ വയ്യ. കാരണം കത്തോലിക്ക സഭയോ കത്തോലിക്ക മിഷണറിമാരോ കന്യാസ്ത്രീമാരോ വൈദികരോ ആരെയും മതപരിവർത്തനം ചെയ്തുകൊണ്ടല്ല ഇന്നുവരെയും കത്തോലിക്ക സഭ നിലനിർത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 70-80 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഇന്ത്യയിൽ 2.3% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇന്ന് 70-80 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ സംസാരിക്കുമ്പോൾ 2.1% മാത്രമാണ് ക്രിസ്ത്യാനികളുടെ ഇന്ത്യയിലെ എണ്ണം എന്നുള്ളത് ശതമാനക്കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ നടന്ന് മതപരിവർത്തനമാണ് ചെയ്യുന്നത് എങ്കിൽ ഇതിന് എത്രയോ 10 മടങ്ങ് ജനസംഖ്യ ക്രൈസ്തവരുടെയും കത്തോലിക്കരുടെയും സംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ?
ആരാണ് കണ്ണട ചിരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതുകൊണ്ട് തന്നെയും ഇവിടെ വ്യക്തതയോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. BJPയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ കുറേ നേരം സംസാരിക്കുകയും അവഹേളനപരമായ രീതിയിൽ ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചർച്ചയുടെ തന്നെയും ലാഘവത്വത്തോടുകൂടെ കാണാൻ വേണ്ടി ശ്രമിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 സഹോദരിമാർ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ 2 സഹോദരിമാർ കെട്ടിച്ചമച്ച ഒരു കേസിന്റെ പുറത്ത് ജയിലിൽ കിടക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് നമുക്ക് പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഇപ്രകാരം ലഘൂകരിച്ചുകൊണ്ട് ഹാസ്യാത്മകമായി സംസാരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയി അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. CBCI, ഭാരത മെത്രാൻ കത്തോലിക്ക സമിതിയും അതുപോലെ തന്നെയും ഞങ്ങളുടെ ആ സന്യാസിനി സമൂഹത്തിന്റെ അധികാരികളുമായും ഞാൻ സംസാരിച്ചിരുന്നു. റായ്പൂർ രൂപതയിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. സമ്മതപത്രം പ്രകാരം പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള നിയമ നടപടികളും ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മാത്രം ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ആണ് കേസെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇതിന് പുറത്തേക്ക്, ഛത്തീസ്ഗഡിന് പുറത്തേക്ക് പോകും എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന ആരോപണം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഈ വീഡിയോ സംസാരിക്കുന്ന തെളിവാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇതിൽ കാണുന്ന ബജ്രംഗ് ദളിന്റെ പ്രവർത്തകയായ ഒരു സ്ത്രീ, അവിടുത്തെ നേതാവാണെന്ന് പറയുന്നു. അവര് ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ കന്യാസ്ത്രീമാരെയും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ ഒരിക്കലും കളവ് പറയില്ലല്ലോ. അപ്പൊ ഇപ്രകാരം ആ കുട്ടികളെ 19 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 3ഓളം കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവരിൽ നിന്ന് മൊഴി മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്രകാരം ഒരു സ്ത്രീക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വഴിയായി ഇന്ന് നമ്മുടെ മതേതര ഭരണഘടന വലിയ അപകടത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. പ്രശ്നങ്ങൾ കാരണം അങ്ങേക്ക് കേൾക്കാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. ഫാദർ ആന്റണി വടക്കേക്കര, ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യമേ ഇവർ ആരോപിച്ച കുറ്റം എന്താണെന്ന് അറിയാവോ? മതപരിവർത്തനമാണ്. മതപരിവർത്തനം എന്നുള്ളത് ക്രിസ്ത്യാനികളായ പെൺകുട്ടികൾ മേൽ എപ്രകാരമാണ് ആരോപിക്കാൻ സാധിക്കുക? അത് വിലപ്പോകില്ല എന്ന് കണ്ടപ്പോഴാണ് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരുടെ ആക്രോശത്തിന് വശമുതരായി അവിടുത്തെ പോലീസ്, നിയമ സംവിധാനങ്ങൾ ഇപ്രകാരം മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. അതുവഴിയായി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത 2 കന്യാസ്ത്രീകൾ, അതായത് മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് എന്ന സമ്മതപത്രം കൃത്യമായി കാണിച്ചിട്ടും കന്യാസ്ത്രീമാരുടെ കയ്യിൽ ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇപ്രകാരം നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നത്? ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങേക്ക് ഇത് കേൾക്കുന്നില്ല എന്നാണ് സാങ്കേതിക പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഇടവേള എടുത്ത് തിരികെ വരാം. ശ്രീ ചെറിയാൻ മാത്യു, ഇപ്പോൾ രാഷ്ട്രീയമായും ചില സമ്മർദ്ദങ്ങൾ, ചില ലഘൂകരിക്കലുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണോ ഇന്ന് ജാമ്യാപേക്ഷ നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്? ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അത് നൽകാൻ കഴിയും, ഈ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരും എന്നുള്ളതാണോ നിങ്ങളോട് ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ പറയുന്നത്? ശ്രീ ചെറിയാൻ മാത്യു, കേൾക്കാമോ? പ്രൊഡ്യൂസറെ ഒന്ന് ശരിയാക്കി തരണേ. ശരി. ശ്രീ VP ശ്രീപത്മനാഭൻ, അങ്ങ് ഇപ്പോൾ ആദ്യ സമയത്ത് സ്വീകരിച്ച ഒരു നിലപാട് അങ്ങ് ഒരു തരത്തിലും സംസാരിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഇത്തിരി മയപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇതിപ്പോൾ ഒരു സംഭവം എന്ന നിലയ്ക്ക് മാത്രമല്ലല്ലോ, പലയിടങ്ങളിൽ ജബൽപൂരിൽ അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടതാണ്. പോലീസുകാരുടെ തൊട്ടടുത്ത് വെച്ച്, പോലീസ് സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ വെച്ചു തന്നെ കായികമായി പോലും ആളുകളെ നേരിടാൻ കഴിയുന്ന സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ജനക്കൂട്ടത്തിനുണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ല, പോലീസ് പ്രൊട്ടക്ഷനിലുള്ള KT ജയകൃഷ്ണൻ മാഷെ സ്കൂളിൽ കയറി വെട്ടിക്കൊന്നില്ലേ?
ഇന്ത്യ രാജ്യത്ത് ക്രിമിനൽ ആക്ടിവിറ്റി വ്യാപകമായി നടക്കുന്നുണ്ട്. രാജ്യത്ത് ക്രിമിനലുകളുണ്ട്. ആ സത്യം നമ്മൾ അംഗീകരിക്കണം. അത് മുഴുവൻ BJPൻ്റെയും സംഘപരിവാറിനെ തലയ്ക്ക് കെട്ടിവെക്കാനൊന്നും ആരും നോക്കണ്ട. അതാ ഞങ്ങളുടെ പ്രശ്നം. ആ ജാതി അഭ്യാസമൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കൂല. കാരണം ഞങ്ങൾ തീയിൽ കുരുത്തവരാ. 75 കൊല്ലമായി മഹാത്മാഗാന്ധിയെ കൊന്നത് ഞങ്ങളാന്ന് പറഞ്ഞു പരത്തിയവരാ അവിടെ കോൺഗ്രസ്സുകാർ. ഇപ്പം കോൺഗ്രസ്സിന് ഗുജറാത്തിൽ 40 കൊല്ലമായി ഞങ്ങളെ തോൽപ്പിച്ചിട്ട്. 40 കൊല്ലമായി കോൺഗ്രസ് ഗുജറാത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട്. അത് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ദർ ഈസ് ക്രിമിനൽ ആക്ടിവിറ്റി. ഇവിടെ ഒറ്റക്കയ്യൻ 10 അടി 20 അടി ഉയരമുള്ള മതിൽ ചാടിപ്പോയില്ലേ? അപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആർ ടേക്കിംഗ് ഇൻ എവരി സ്റ്റേറ്റ്, എവരി പ്ലേസ്. ഇന്ത്യ രാജ്യത്ത് ഒരു ക്ഷാമവും ഇല്ല അതിന്. പക്ഷേ അതൊക്കെ RSS ആണ്, BJP ആണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റൂല. പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു മാതൃഭൂമിക്ക് ഛത്തീസ്ഗഡിൽ ബ്യൂറോ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉണ്ടോ? നിങ്ങളെ ചോന്ന കൊടിയും പിടിച്ചിട്ടാണ് ഛത്തീസ്ഗഡിനെ കുരുതിക്കളമാക്കിയത്. നിങ്ങൾ പിടിക്കുന്ന അതേ ചുവന്ന കൊടി, അതേ മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രം കാരണമാണ് ഛത്തീസ്ഗഡ് കുരുതിക്കളമായത്. 10,000 ജീവൻ പോയത്, 100 കണക്കിന് സുരക്ഷാ ജീവനക്കാർ പൊട്ടിത്തെറിച്ചത് നിങ്ങളെ ചോന്ന കൊടി കാരണ. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അപ്പോ ജബൽപൂരിലടക്കം ഉണ്ടായ സംഭവ വികാസങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അവിടെ ഈ കന്യാസ്ത്രീകളെയും പുരോഹിതരെയും ഒക്കെ ആക്രമിച്ചത് ക്രിമിനലുകളാണ് എന്നാണ് അങ്ങ് പറയുന്നത്. BJP ഉത്തരം പറയണമെന്ന് പറഞ്ഞാലേ അല്ല, RSSകാരാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. RSSകാരാണ് എന്ന് ഞാൻ എന്റെ ചോദ്യത്തിൽ അങ്ങയോട് പറഞ്ഞില്ല. ഇത് തുടർച്ചയായ ചില സംഭവങ്ങളാണല്ലോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറയാത്ത കാര്യം നടക്കില്ല എന്നങ്ങ് പറയണ്ട, കാരണം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അതൊക്കെ അവരൊക്കെ ക്രിമിനലുകളാണോ? കേരളത്തിലുണ്ടല്ലോ. അവരൊക്കെ ക്രിമിനലുകളാണോ? അവരൊക്കെ ക്രിമിനലുകളാണോ? വിളിക്കാൻ എനിക്ക് അറിയാൻ തോന്നുന്നു. അവരൊക്കെ ക്രിമിനലുകളാണോ? ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ ക്രിമിനലുകളാണോ? അവരൊക്കെ ക്രിമിനലുകളാണോ? അവരൊക്കെ ക്രിമിനലുകളാണോ? അവരൊക്കെ ക്രിമിനലുകളാണോ? ഞാൻ പറയട്ടെ, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടായിരുന്നോ? all those who commit criminal activities are criminals. ആയിക്കോട്ടെ, ഇന്ന് BJPയുടെ പ്രവർത്തകന്റെ തലയ്ക്ക് ചുറ്റികൊണ്ട് അടിച്ചിരിക്കുക മാർക്സിസ്റ്റ് ക്രിമിനലുകൾ കുന്നംകുളത്ത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങേക്ക് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തെ കുറിച്ച് അങ്ങ് സംസാരിക്കില്ല. ജബൽപൂരിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടി കിട്ടിയ വിഷമല്ല അല്ലേ? ഞങ്ങൾക്ക് അടി കിട്ടിയ വിഷമല്ല, സന്തോഷം. ഇതൊന്നും ഞാൻ പറയാത്ത കാര്യം. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിഷയമേ ഞാൻ സംസാരിച്ചിട്ടില്ല. ശ്രീ VP ശ്രീപത്മനാഭൻ, അങ്ങയുടെ പാർട്ടി തന്നെ ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനസ്സിലാക്കണോ? നിങ്ങളുടെ പാർട്ടിക്ക് അവിടെ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇല്ല. നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ഛത്തീസ്ഗഡിലെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു എന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജബൽപൂരിലും മണിപ്പൂരിലും അടക്കമുള്ള തുടർച്ചയായ പ്രശ്നങ്ങൾ അത് തുടർച്ചയായി ആവർത്തിക്കുന്നു. അതിന് പിന്നിൽ RSS അല്ലേ എന്ന് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ചോദിച്ചില്ല. പക്ഷേ അങ്ങ് പറയുന്നത് ക്രിമിനലുകളാണ് എന്ന്. ജബൽപൂരിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് അവിടുത്തെ ആളുകളെ മർദ്ദിച്ച ആളുകൾ ക്രിമിനലുകളാണോ? ഞാൻ ചോദിക്കട്ടെ, ആരെ ആക്രമിച്ചാലും, നിയമം കയ്യിലെടുത്ത് ആക്രമിച്ചാലും ദാറ്റ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി. അപ്പോൾ ഒരു സ്റ്റേറ്റിനുള്ളിൽ വെച്ച് പോലീസിന്റെ സ്റ്റേറ്റിന് മിഷണറിയായ പോലീസിന് മുന്നിൽ വെച്ച് ആളുകളെ കൈകാര്യം ചെയ്യാൻ ക്രിമിനലുകൾക്ക്, അങ്ങയുടെ ഭാഷയിലെ ക്രിമിനലുകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ഈ SP, നിങ്ങളുടെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി SP ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് ആളുകളെ കയ്യേറ്റം ചെയ്യാനും ഭീഷണിപ്പെടുത്താനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഓംബ്ര പറഞ്ഞു നിൽക്കുകയാണോ? തൃശ്ശൂരിനെ കുറിച്ചാണോ ചർച്ച? ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. VP ശ്രീപത്മനാഭൻ വന്നിരുന്നിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ബഹുമാന പുരസ്സരം കേട്ടു വന്നിട്ടുണ്ടല്ലോ. അങ്ങേക്ക് മഹാത്മാഗാന്ധി വധം, അങ്ങേക്ക് തൃശ്ശൂരിലെ ജയം, അങ്ങേക്ക് ചുറ്റിക കൊണ്ടടിച്ച കേസ്, അങ്ങേക്ക് ജയകൃഷ്ണമാരുടെ കേസ്, ഈ കാര്യമെല്ലാം പറയാം. അങ്ങേക്ക് ഛത്തീസ്ഗഡിനെ കുറിച്ച് മിണ്ടാൻ പറ്റില്ല അല്ലെ? അങ്ങേക്ക് ഛത്തീസ്ഗഡിനെ അങ്ങേക്ക് മിണ്ടാനില്ലാത്തത് കൊണ്ട്, അങ്ങയുടെ പാർട്ടിക്കും അങ്ങയുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും അതിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് കണ്ട സ്വരാക്ഷരം മുഴുവൻ വ്യത്യസ്ത താളക്രമത്തിൽ ആവർത്തിച്ചിവിടുന്ന് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഒരൊറ്റ മറുപടിയില്ല. സംസാരിക്കാനൊക്കെ തുടർച്ചയായി സംസാരിക്കാനൊക്കെ നമുക്ക് പറയാൻ കേട്ടോ. 10-12 വർഷമായി സംസാരിച്ചത് പണിയെടുത്ത് തന്നെ ജീവിക്കുന്നു. പക്ഷെ
പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകും എന്ന വിചാരത്തിലാണ് കേട്ടോ, വിചാരത്തിലാണ്. ആ കേസ് അല്ല ഇവിടെ ഉള്ളത്. എന്റെ കയ്യിലുള്ള എഫ്ഐആർ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ മതപരിവർത്തനത്തിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ അവരെ വീണ്ടും പരിവർത്തനം ചെയ്യാതിരിക്കുമ്പോൾ ഇതെന്താ ഗർഭാപ്പസിയാണോ? ഇതെന്താ ഗർഭാപ്പസിയാണോ? ഖർവാപ്പസിക്കാണോ കേസെടുത്തിരിക്കുന്നത്? കൊള്ളാമല്ലോ പോലീസ്, കൊള്ളാമല്ലോ പോലീസ്. നിങ്ങളുടെ ഡബിൾ എഞ്ചിൻ ഭയങ്കര ലോക പ്രശസ്തമാണല്ലോ. അപ്പോ നിയമം എന്നിട്ട് നീതി നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോ അയ്യോ നിയമത്തെ കുറിച്ച് പറഞ്ഞേ, അയ്യോ രാജ്യദ്രോഹം പറഞ്ഞേ, എനിക്കിനി ഒന്നും പറയാനില്ലേ, ഞാൻ ബഹുമാനിക്കുന്നേ എന്ന് നിലവിളിച്ചാൽ മതിയോ? നിയമം നടപ്പിലാക്കാൻ ജനം ഉത്തരവാദിത്തം ഏൽപ്പിച്ചയിടത്ത് മയിൽ കുറ്റി നിൽക്കുന്നത് പോലെ ബജ്രംഗ് പ്രവർത്തകരെ കാണുമ്പോ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന പോലീസ് നിങ്ങളുടെ ഡബിൾ എഞ്ചിന്റെ കേമത്വം അല്ലെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഫാദർ ആന്റണി വടക്കേക്കര, ഫാദർ ആന്റണി വടക്കേക്കര, ഫാദർ ആന്റണി വടക്കേക്കര, എന്റെ ചോദ്യം അങ്ങയോടാണ്. അദ്ദേഹം കുന്നംകുളത്ത് പോയിട്ട് വരട്ടെ, നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാദർ ആന്റണി വടക്കേക്കര, ഇവിടെ പലയിടങ്ങൾ അങ്ങേക്ക് കേൾക്കാമോ? 2 തവണ ഞാൻ അങ്ങയോട് ചോദിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ചോദ്യമാണ് അത്. ഫാദർ ആന്റണി വടക്കേക്കര, നിങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ സഭാ നേതൃത്വമാകെ ഈ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായ നല്ല മൂർച്ചയുള്ള ഭാഷയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വൈകി വന്ന തിരിച്ചറിവാണോ? ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടികളെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇപ്രകാരം ആൾക്കൂട്ട വിചാരണ ചെയ്തുകൊണ്ട് അവരുടെ മൊഴി മാറ്റി പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ബജ്രംഗ് ദളിന്റെ വർഗീയവാദികളായ ആൾക്കൂട്ടത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതും അതിൽ ക്രിമിനലുകളാണ് എന്ന് ശ്രീ പത്മനാഭൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ഇപ്രകാരം ഇന്ത്യ മുഴുവനായും ക്രമസമാധാന നില തകർന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10-12 വർഷങ്ങളിലധികമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും യാതൊരു ചുമതലയുമില്ലേ ഈ കാര്യങ്ങളെ അടിച്ചമർത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീതി നിർവഹണം നടത്താൻ വേണ്ടിയിട്ട് ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു എന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഒരു പ്രതിനിധി വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ പൊതുസമൂഹം മുഴുവൻ അത് പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കണമെന്നാണ്. ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപി എംപിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. എന്നോട് ചോദിക്കാൻ വരേണ്ട എന്ന് അദ്ദേഹം അന്ന് വലിയ തോതിൽ പറയുന്നുണ്ടായിരുന്നു. ജബൽപൂരിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കേണ്ട, ബ്രിട്ടാസിനോട് പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബ്രിട്ടാസിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹത്തെ വിടുന്നത്, വിജയിപ്പിച്ച് വിടുന്നത്. നിങ്ങളുടെ പല സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പല സഭകളുടെ, ഇപ്പൊ അങ്ങ് സിറോ മലബാർ സഭയെ പ്രതിനിധീകരിക്കുന്നു, മുൻപ് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ അതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വലിയ വിമർശനം ഇന്ന് ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾക്കിത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ടോ? 2014 BJPയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നതിന് ശേഷം 2024 വരെയുള്ള 10 വർഷക്കാലം കൊണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 4316ഓളം ക്രൈസ്തവ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ഉത്തരേന്ത്യയിൽ ഇപ്രകാരം കയ്യാമം വയ്ക്കുകയും തുറങ്കിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയും കേരളത്തിൽ BJPക്ക് വലിയ തോതിലുള്ള വോട്ട് ബാങ്ക് ഇല്ല, അല്ലെങ്കിൽ വോട്ടില്ല എന്ന് കാണുമ്പോൾ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അവരുടെ മാത്രം ആവശ്യമാണ്. ഇന്നുവരെയും ക്രൈസ്തവ കത്തോലിക്ക മത നേതൃത്വം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടല്ല സംസാരിച്ചിരിക്കുന്നത്. മറിച്ച് കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൃത്യതയോടുകൂടെ ഞങ്ങൾ നിലപാടെടുക്കുന്നതിൻ്റെ കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ആവർത്തിച്ച് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മിഷണറിമാരാകട്ടെ, കന്യാസ്ത്രീമാരാകട്ടെ, വൈദികരാകട്ടെ, ഞങ്ങളുടെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത വിധം ആൾക്കൂട്ട ആക്രമണങ്ങൾ വർഗീയവാദികളുടെ മുമ്പിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരു ഭാരതമല്ല ഞങ്ങളൊന്നും, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, അംബേദ്കർ ഭരണഘടന എഴുതി തന്ന, നമുക്കെല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുള്ള
ഭരണഘടന നൽകുന്ന ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം അവകാശങ്ങളെല്ലാം ബോധ്യങ്ങളെല്ലാം അനുവദിച്ചു കിട്ടുന്ന ഇടത്തല്ല ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നീതി നിർവഹണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ ബഹുമാനമില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത്. നിയമവ്യവസ്ഥിതി പറയുന്നുണ്ട്, പക്ഷെ നീതി നിർവഹണം ഉത്തരവാദിത്തമായ ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? അതിന്യൂനപക്ഷമാണ് ആ മേഖലകളിലാകെ. ഇവിടെ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടില്ല എന്ന്, കായികമായി വേട്ടയാടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഇടത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ ഉറക്കെ പറയാൻ കഴിയുന്ന സാഹചര്യം വേറെ എവിടെയാണുള്ളത്? ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് പറയുന്ന സമയത്ത് ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പോലും കൃത്യമായി അതിനെ അനുകൂലിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല, ഒറ്റക്കെട്ടായ സ്വരമില്ല. ഫാദർ ആന്റണി വടക്കേക്കര, കേൾക്കാമോ? മതരാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മതന്യൂനപക്ഷങ്ങൾക്ക് ട്രെയിനിലും തെരുവിലും വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം, ശിക്ഷകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം, ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും കടന്നുകയറി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ജനക്കൂട്ടങ്ങൾ ഏതെങ്കിലും വർഗീയ സംഘടനകളുടെ പേരിൽ ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്ക് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടി വരുന്നു എന്ന് പറയുന്നത്, വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊള്ളണമെന്ന് വരുന്നത്, ബൈബിളും അതുപോലെ തന്നെ ക്രൂശിത രൂപവും ഒക്കെ പരോക്ഷ വിലക്ക് ഏർപ്പെടുത്തപ്പെടുന്നത്, സന്യസ്തർക്ക് അവരുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നത്, ഇത് കേവലം ദുർഗിൽ മാത്രം സംഭവിച്ച ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാരണത്താൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള യാതൊന്നും പറഞ്ഞുകൊണ്ട് ചർച്ചകളെ വഴിതിരിച്ചു വിടുകയല്ല വേണ്ടത്. ചർച്ചകളിൽ കൃത്യമായി സബ്ജക്റ്റിനോട്, വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് സംസാരിക്കാൻ സാധിക്കുകയും അതുവഴിയായി നമുക്കെല്ലാവർക്കും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്, ഒരു നാടാണ് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളത് എന്ന കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘടനകൾക്കോ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് നടപ്പില്ല എന്നുള്ളത് വ്യക്തതയോടുകൂടെ നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന ചിന്തയുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലായിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന ഈ ഇരട്ടത്താപ്പിന്റെ നയമുണ്ടല്ലോ, അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നിതീഷ് നാരായണൻ, ഇപ്പോ ഇത് നോക്കൂ, ഈ സംഭവങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നത് ഉത്തരേന്ത്യയിലാണ്, ശരി. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ സമയത്ത് പോലും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പാലക്കാട് അടക്കമുള്ള ചില സ്കൂളുകളിലടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിലാണ് ഇതെല്ലാം തുടക്കം ഇടുന്നത്. ഇതിന് ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് പിന്നീടാണ്. ഇതിനു മുമ്പ് BJP പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഛത്തീസ്ഗഡ് ഞങ്ങളുടെ സംസ്ഥാനമാണ്, ഞങ്ങളുടെ എന്തോ ഒരു തറവാട്ട് സ്വത്താണ് എന്നൊക്കെ നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളവിടെ ദുർബലാണ്, അല്ലെങ്കിൽ ഞങ്ങളവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പഞ്ചായത്ത് മെമ്പറൊന്നും ഞങ്ങൾക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ BJP പ്രതിനിധി ആ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമൊന്നും വേണ്ടി വരില്ല. അവിടെ ഉള്ള ആളുകൾ അവിടെ നിങ്ങളുടെ ഈ ഭ്രാന്തിനെതിരായിട്ടുള്ള സമരത്തിൽ അണിനിരക്കും. നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലും ഇത്തരം ചില ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ. എന്താ സംഭവിച്ചത്? ക്രിസ്മസ് കരോൾ ഉൾപ്പെടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്മസ് ആഘോഷം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒന്നടങ്കം തെരുവിലിറങ്ങിയിട്ട് അതിനെ പരാജയപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എടപ്പാൾ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാം മനസ്സിലിപ്പോഴും ബാക്കി ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഉണ്ടെങ്കിൽ അത് ചെറുക്കും. അത് കാന്തമാനിൽ കണ്ടതാണ്. കന്യാസ്ത്രീകളെ വേട്ടയാടിയപ്പോൾ, ബലാത്സംഗം ചെയ്തപ്പോൾ, പള്ളികൾ കത്തിച്ചപ്പോൾ, ആക്രമിച്ചപ്പോൾ അവിടെ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ടവർക്ക് ആശ്രയമായി മാറിയിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിരുന്നു. അതുകൊണ്ട് ആ ക്ലാസ് തൽക്കാലം എടുക്കണ്ട. പിന്നെ അദ്ദേഹം ശരിയായി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ക്രിമിനലുകൾ കൂടുന്നുണ്ട്, ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ്. അവിടെയാണ് സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ ഉണ്ടായിരുന്നു. കൺവേർട്ടഡാണ് അദ്ദേഹം, ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അടക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല. ദുല്ലാരി പഠ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ആദിവാസി യുവാവുണ്ടായിരുന്നു.
അയാളുടെ ശവക്കുഴി തോണ്ടി ആ നാട്ടിലെ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അവിടുത്തെ RSSകാർ. ചൈതി ബായ് എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ശവക്കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആരാന്നറിയോ? ഭോജരാജ് നാഗ് എന്ന് പറയുന്ന BJPയുടെ MLA ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ക്രിമിനലുകൾ കൂടുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഗുജറാത്തിൽ പോയി നോക്കിയാൽ മതി. കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ അവിടെ നിന്ന് വന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നറിയോ? IPS ഓഫീസർ, SP, തഹസീൽദാർ എന്തിന് ഒരു കോടതി ഉണ്ടാക്കിയിട്ട് ജഡ്ജിയായിട്ട് ചമഞ്ഞിരുന്നിട്ടുള്ള വ്യാജം പോലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നും ഈ നാട്ടുകാർക്ക് അറിയാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഇതിൽ സൂചിപ്പിക്കാൻ തോന്നുന്നു. മറ്റു ഉള്ള ക്രിമിനൽ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ച് ഈ മനുഷ്യക്കടത്തിൻ്റെ ഒരു വിഷയമാണല്ലോ. മനുഷ്യക്കടത്ത് ആരാ മനുഷ്യക്കടത്ത് നടത്തുന്നത്? ഈ നാട്ടിലെ മിഷണറിമാരാണോ? അല്ല. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ നാടിനറിയാം. ഫാദർ സ്റ്റാൻസ്വാമിയെ ഉൾപ്പെടെ കൊന്നു കളഞ്ഞിട്ടുള്ള അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നറിയോ? ജൂഹി ചൗധരിയെ ഒരുപക്ഷെ BJPയുടെ നേതാവിന് പ്രതിനിധിക്ക് അറിയായിരിക്കും. ജൂഹി ചൗധരിയെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. 17 കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയതിനാ. ആരാ ജൂഹി ചൗധരി? BJPയുടെ നേതാവാണ്. എന്തിനാ ഗംഗാ പാണ്ഡെയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? BJPയുടെ നേതാവായിരുന്നു. റായ്പൂരിൽ, ഇതേ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരു സ്ത്രീയെ ഈ റായ്പൂരിൽ ഈ ഛത്തീസ്ഗഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അവരെ മയക്കി കടത്തിയിട്ട് ബന്ദിയാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി, ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ കൊണ്ടുപോയിട്ട് അവിടെ വിറ്റു. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിന്റെ പുറത്തുണ്ടായിട്ടുള്ള കേസാ. ആ കേസിലെ പ്രതി BJPയുടെ നേതാവാണ്. അതുപോലെ അതുൽ ചൗരസ്യ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ആരാ അതുൽ ചൗരസ്യ എന്നുള്ളത്. ഇത് ആസാമിലെ ഒരു വനിതയെ ജോലിക്ക് വേണ്ടി ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഹോട്ടലിൽ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളെ BJPയുടെ നേതാവാണ്. ക്രിമിനലുകൾ കൂടുന്നുണ്ട്. BJPയുടെ പ്രതിനിധി ആ കൂടുന്നതെല്ലാം നിങ്ങളുള്ള ഇടങ്ങളിലാണ്. പരിശോധന ഛത്തീസ്ഗഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇപ്പൊ അങ്ങ് പറഞ്ഞു ഈ പറയുന്ന മിഷണറിമാർക്കെതിരെയോ മറ്റെവിടെയൊക്കെ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ക്രിമിനലുകൾ നാട്ടിലുണ്ട് എന്നുള്ളത്. മധ്യപ്രദേശിലെ നിങ്ങളുടെ ലെജിസ്ലേച്ചർ പറഞ്ഞത് ഈ മിഷണറി പ്രവർത്തകരെ ട്രാഷ് ചെയ്യുന്നവർക്ക് അദ്ദേഹം ക്യാഷ് അവാർഡ് കൊടുക്കും എന്നുള്ളതാണ്. അതൊരു ക്രിമിനൽ പ്രവർത്തനത്തിന്റെ പരിധിയിൽ പെടുന്ന ഒന്നാണോ? കാരണം ക്രിമിനലുകളോട് പറയുകയാണ് ക്യാഷ് തരും, നിങ്ങൾക്ക് പണം തരും നിങ്ങൾ ഇവരെ കായികമായി നേരിട്ടാൽ എന്നുള്ളത്. പിന്നെ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഛത്തീസ്ഗഡിലെ ആളുകളെ വിളിച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരപരാധികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിൽ കേരളത്തിൽ BJPക്ക് സഭകളിലേക്ക് ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലേക്ക് ചെല്ലണം, ഈ മുഖം വെച്ച് തന്നെ ചെല്ലണം. അപ്പൊ ഇവിടെ മറ്റൊരു നയം, അവിടെ മറ്റൊരു നയം എന്ന നിലയ്ക്കാണോ? BJPനെ ആലോചിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങളെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. അവർ 2 മിനിറ്റ് മിണ്ടാതിരിക്കണം. നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം 97% ക്രിസ്ത്യാനികളാണ്. അവിടെ ഞങ്ങൾക്ക് 4 സീറ്റുണ്ട്. ഈ CPMന് എത്രയുണ്ട്? 0. കോൺഗ്രസിന് എത്രയുണ്ട്? 0. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡ് ഞങ്ങൾ ഭരണകക്ഷിയാണ്, മേഘാലയ ഞങ്ങൾ ഭരണകക്ഷിയാണ്, അരുണാചൽ പ്രദേശ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനം ഞങ്ങളെ മുഖ്യമന്ത്രിയാ. ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിക്കിം ഒഴികെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഭരണകക്ഷിയാണ്. സിക്കിം ഒരു ഹിന്ദു ബുദ്ധിസ്റ്റ് സംസ്ഥാനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ആൾ പറഞ്ഞല്ലോ വയലൻസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ വയലൻസ് നടന്നത് എവിടെ അറിയോ? പശ്ചിമ ബംഗാളിലാ. ഞാൻ പറഞ്ഞതല്ല, ബുദ്ധദേവ് ഭട്ടാചാര്യ വെസ്റ്റ് ബംഗാൾ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി 96-ൽ പറഞ്ഞതാ. 22 കൊല്ലം കൊണ്ട് 26,000 ആളുകളാണ് പൊളിറ്റിക്കൽ വയലൻസിൽ അവിടെ കൊല്ലപ്പെട്ടതെന്ന്. അത് 2011 ആകുമ്പോഴേക്ക് 55,000 ഓർമ്മയുണ്ടല്ലോ നന്ദിഗ്രാമിൽ വെടിവെച്ച് കൊന്നത്, ഓർമ്മയുണ്ടല്ലോ മാരിച്ചാബി, ഓർമ്മയുണ്ടല്ലോ സൈനിബാരി. ഇപ്പൊ കോഴിമുട്ടയായത്, ബംഗാളിൽ കോഴിമുട്ടയായത് ആളുകളെ കൊന്നിട്ടാ. നന്ദിഗ്രാമിലും സൈനിബാരിയിലും മാരിച്ചാബിയിലൊക്കെ ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടാ ബംഗാളിൽ കോഴിമുട്ടയായത് കേട്ടോ. ഞങ്ങൾ ക്രിസ്ത്യൻ സംസ്ഥാനം മുഴുവൻ ഞങ്ങളാ ഭരിക്കുന്നത്. ഞങ്ങൾക്ക് ഭരണകക്ഷിയാ. എക്സെപ്റ്റ് സിക്കിം, വടക്ക് കിഴക്കിലെ എല്ലാ സ്ഥലത്തും ഞങ്ങളാ ഭരണകക്ഷി. മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാർ ഇന്ന് അവിടെ ഇല്ല. ഗോവ 40% ക്രിസ്ത്യാനികളുള്ള ഗോവ ഞങ്ങൾ ഭരണകക്ഷിയാ. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളെ വിശ്വാസമായതുകൊണ്ടാണ് 97% ക്രിസ്ത്യാനികളുടെ നാഗാലാൻഡിൽ ഞങ്ങൾക്ക് ഭരണകക്ഷിയാവാൻ പറ്റിയത്.
അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞ 0 ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഈ പാർട്ടിക്ക് കേരളത്തിൽ തൃശ്ശൂർ ജയിക്കാൻ സാധിച്ചത് ക്രിസ്ത്യാനികളുടെ ഓട്ടോണ്ടാ, അറിയില്ലേ? സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തെത്തുന്നു പറഞ്ഞ മഹാന്മാരാണല്ലോ നിങ്ങളൊക്കെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിട്ട്. സുരേഷ് ഗോപി 3-ാം അതിപ്പോ നിങ്ങൾ 35 സീറ്റ് കിട്ടി ഭരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, മഹാന്മാരായിരുന്നല്ലോ. വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ വലിയ പത്രക്കാരല്ലേ, ഞങ്ങൾ അവകാശവാദം നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒപ്പീനിയൻ പോളുകാരല്ലേ നിങ്ങൾ? ഹരിയാനയിൽ തുള്ളിയതല്ലേ, 9:30 മണി വരെ തുള്ളിയതല്ലേ ഹരിയാനയിൽ? തുള്ളലൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്, ആരാണ് തുള്ളുന്നത് എന്നൊക്കെ നന്നായി കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ പ്രശ്നവും സീറ്റിന്റെ പ്രശ്നവും പറയുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ വലിയ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ വലിയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, നിങ്ങൾക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സർവേ നടത്തുന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടി അഭിപ്രായ സമീകരണം നടത്തുന്നില്ലേ? നടന്നോ? ഒരൊറ്റ ചോദ്യത്തിന് ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത പരിതാപാവസ്ഥ അങ്ങേക്ക് ഈ ചർച്ചയിൽ ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ അങ്ങയോട് അനുതാപിക്കുന്നു. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.